നമസ്കാരം. ഷംസീറിനെ നിങ്ങൾ കൈയൊടിക്കുകയെ കാലൊടിക്കുകയെ ഇനി തലവെട്ടിക്കളയെ നിങ്ങൾ എന്ത് വേണേ ചെയ്തോളൂ. വ്യക്തിപരമായിട്ട് എനിക്കൊരു ദുഃഖവുമില്ല. കാരണം എനിക്ക് ഷംസീറിനെ അറിയില്ല. ഒരു വട്ടമോ മറ്റോ അദ്ദേഹത്തിന് ഫോൺ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ സ്പീക്കർ അതിപ്പോൾ ഷംസീർ പോയാൽ നൂറുകണക്കിന് ആൾക്കാർ, അതേ കപ്പാസിറ്റിയുള്ള ആൾക്കാർ, വിവരമുള്ള ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടുത്തോ CPM-ൻ്റെ അടുത്തോ LDF-ൻ്റെ കയ്യിലുണ്ട്. അവർ വെച്ചോളും. നിങ്ങൾ ഷംസീറിനെ വകവരുത്തുമെന്ന് പറഞ്ഞു. അതായത് ജോസഫ് മാഷ്ട കൈ വെട്ടിക്കളഞ്ഞ പോലെ വെട്ടിക്കളയെന്ന് പറഞ്ഞു. വീണ്ടും പറയുകയാണ്, വെട്ടിക്കളഞ്ഞോളൂ, ഷംസീറിനെ വെട്ടിക്കളഞ്ഞോളൂ. പക്ഷെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, അത് ഹിന്ദു മതത്തിൻ്റെ പേരിലാകരുത്. അത്രയേ പറയാനുള്ളൂ. നിങ്ങൾ ഹിന്ദുത്വ മതക്കാരാണ്. നിങ്ങൾക്കൊരു മതമുണ്ട്, അത് ഹിന്ദുത്വ മതമാണ്. ആ ഹിന്ദുത്വ മതം ഹിന്ദു മതത്തിൽ നിന്നും പരിപൂർണമായിട്ട് എക്സ്ട്രീം പോയിന്റിൽ നിൽക്കുന്ന മതമാണ്. നിങ്ങൾക്ക് ഹിന്ദു മതത്തെ ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഉപനിഷത്ത് ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഭഗവത്ഗീത ഇഷ്ടമല്ല, നിങ്ങൾക്ക് ബ്രഹ്മസൂത്രം ഇഷ്ടമല്ല. ഇതൊന്നും പഠിക്കാനോ പഠിപ്പിക്കാനോ പഠനപാഠനങ്ങളിൽ ഏർപ്പെടാനോ നിങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ നിങ്ങൾക്കൊരു താല്പര്യമുണ്ട്. തെങ്ങിനോട് താല്പര്യം ഉണ്ടായിട്ടല്ല വെറ്റില കൂടി തെങ്ങുമ്പോൾ പിടിച്ച് കയറുന്നത്. അതിന് സ്വയം കയറാൻ കഴിയാത്തത് കൊണ്ട് വെറ്റില കൂടി മറ്റുള്ള മരങ്ങളുടെ മേലെ കയറുന്നു എന്ന് മാത്രം. അത് ഏത് മരത്തിൻ്റെ മേലിൽ കയറിയാലാണ് മേലോട്ട് പോകാൻ പറ്റുക. വെറ്റില കൂടി അതാണ് ചെയ്യുന്നത്. പാരസൈറ്റുകളുടെ പോലെ രക്തം മൂറ്റി കുടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഹിന്ദുമതം എന്ന് പറഞ്ഞ കാലാകാലങ്ങളായിട്ട് ഉറച്ചു നിൽക്കുന്ന മതമായിട്ടുള്ള, അഥവാ തെങ്ങിനെ ഞാൻ അതുമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. അല്ലെങ്കിൽ ബലമുള്ള വൃക്ഷം, അതുമ്മ പടർന്നു കയറുന്ന ഒരു ഇത്തിരി കുഞ്ഞൻ, ഇന്നലെ ഉണ്ടായിട്ടുള്ളൊരു വൈകൃതാത്മക മതമാണ് ഹിന്ദുത്വ മതം. BD സവർക്കർ വിഭാവനം ചെയ്ത്, അഥവാ BD സവർക്കർ പരമാചാര്യനായിട്ടുള്ള, അഥവാ BD സവർക്കർ ശങ്കരാചാര്യരായിട്ടുള്ള ഒരു മതമാണ് നിങ്ങളുടെ ഹിന്ദുത്വ മതം. ആ ഹിന്ദുത്വ മതത്തിന് ഒരു കാരണവശാലും ഒരിക്കലും ഒരിടത്ത് വെച്ചും ഹിന്ദു മതത്തെക്കുറിച്ച് പറയാനുള്ള അവകാശങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അതുമേ ചാരി നിന്നിട്ട് ഉത്തരത്തിൻ്റെ അടിയിലിരിക്കുന്ന പല്ലി ചിലപ്പോൾ പറയും, എന്താ എൻ്റെ ശേഷി, എന്താ എൻ്റെ ശക്തി, उत्तर में देखो, पश्चिम में देखो, नीचे देखो, ऊपर देखो, पूर्व में देखो, पश्चिम में देखो, RSS എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഈ പല്ലി വിചാരിക്കുകയാണ് ഞാനാണ് അമ്പമ്പട ഞാനാണ് ഈ ഉത്തരത്തെ താങ്ങുന്നത് എന്ന്. ഇതുപോലെ തന്നെ കാറ്റ് വന്നപ്പോൾ തെങ്ങിനോട് അതും പടർന്നു കയറിയ വെറ്റില കൂടി പറയുകയാണ്, തെങ്ങേ എത്ര കാറ്റ് വന്നാലും പേടിക്കണ്ട കേട്ടോ, ഞാനുണ്ടെന്ന്. ഈ വെറ്റിലക്കൊടി കാരണം കൊണ്ടാണ് തെങ്ങ് നിൽക്കുന്നത് എന്ന് കരുതുന്നത് പോലെയാണ് ഹിന്ദുത്വ മതക്കാർ കാരണം കൊണ്ടാണ്, RSS കാരണം കൊണ്ടാണ് അനാദികാലം മുതൽക്കേ തുടങ്ങിയിട്ടുള്ള ഹിന്ദു മതത്തിൻ്റെ നിലനിൽപ്പ് അത് സ്ഥാപിച്ചെടുക്കാൻ അവർ ശ്രമിക്കുകയാണ്. പക്ഷേ അല്ല അമളികൾ പറ്റും. ഷംസീർ ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ തെറിച്ചു പോകുന്ന തുമ്പിക്കൈയാണ് ഗണപതിയുടെ എന്ന് വരുത്തി തീർത്തില്ലേടോ നിങ്ങൾ. ഷംസീർ ഗണപതിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഷംസീർ പറഞ്ഞിട്ടുള്ളത് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതൊരു മിത്തോളജിയാണ്, ആരിലും പുരാണ കഥയാണ്, അത് ചരിത്ര സംഭവമല്ല. ഈ റോട്ടിൽ കൂടെ കഴിഞ്ഞ് എൻ്റെ മുത്തച്ഛന് പോലും അറിയില്ല ഗണപതി എന്ന് പറഞ്ഞ ആളെക്കുറിച്ച്. അതിനൊരു പെർസോണിഫിക്കേഷൻ നടത്തി ഒരു കഥ, അത്ര മാത്രമേ ഉള്ളൂ. ആ കഥയെ, മിത്തോളജിയെ ശാസ്ത്രമാക്കി മാറ്റാനും അത് പുതിയ തലമുറയുടെ തൊള്ളയിൽ അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റി കൊടുക്കാനും ശ്രമിക്കുന്നത് ശരിയല്ല. അത്രമാത്രമേ പറഞ്ഞുള്ളൂ. അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഷയല്ല, എൻ്റെ ഭാഷയാണ്. കാരണം 8ാം ക്ലാസ് മാത്രം പഠിച്ച് എനിക്ക് ഇത്തരം ഭാഷകളെ അറിയുള്ളൂ. നിങ്ങളെ പോലെ സംസ്കാര സമ്പന്നതയുടെ കൊടുമുടികളിൽ സ്ഫടിക കൊട്ടാരത്തിലിരിക്കുന്ന ആളല്ല ഈ ആച്ചി പീച്ചി ചാമി. അതുകൊണ്ട് എനിക്ക് ഈ ഭാഷയെ അറിയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏതായാലും ഇത് മിത്തോളജി തന്നെയാണത്. മിഥ്യയായിട്ടുള്ള കഥകൾ ഇതാരാ പറഞ്ഞത്? കഥാ ഇമാസ്തേ കഥിതാ മഹീയസാം വിതായ ലോകേഷു യശപരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോഗോ വാചോ വിഭൂതി നതു പാരമാർത്ഥ്യം. ഭാഗവതത്തിൽ പറയുന്നതാ.
ഭാഗവതം എഴുതാനിരിക്കുന്ന സമയത്ത് മറ്റ് സഹായിക്കാനൊക്കെ കൂടിയ ആളാണല്ലോ. ഭാഗവതത്തിൽ ഏതോ ഒരിതിൽ പറയുന്നുണ്ട്. ഏതായാലും ഗണപതിയെക്കുറിച്ച് പറയുന്നൊരു ഗണപതി അടക്കമുള്ള ദേവതാ സങ്കല്പങ്ങളെ കുറിച്ച് പറയുകയാണ്. അതൊക്കെയും വഴികാട്ടികളാകാനുള്ള ചില ആരോ മാർക്കുകൾ മാത്രമാണ്. കഥാ ഇമാഹ തേ, നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ കഥകൾ മാത്രമാണൊക്കെ. കഥാ ഇമാസ്തേ കഥിതാ മഹീയസാം വിധായ ലോകേഷു യശപ്പരയുഷാം, വിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കഥകളാണ്. ആമയും മുയലും തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടായി, ഒളിമ്പിക് മത്സരം. അതിൽ ജയിച്ചത് ആമയാണ്. അപ്പോൾ രണ്ടാൾക്കെന്ന് പറയാം, ആമ ജയിച്ചു, തന്നോടാരാ പറഞ്ഞേ? ആമ ജയിച്ചില്ലെന്ന് നിന്നോടാരാ പറഞ്ഞേ? തമ്മിലടി. അവസാനം മൂന്നാമതൊരാൾ വന്നു, അയാൾ ഒത്തുതീർപ്പിന് ശ്രമിച്ചു. എന്താണ്? ആമയും മുയലും എവിടെയാണ് മത്സരിച്ച്? ഉത്തരവില്ല. ആമയും മുയലും മത്സരിക്കുമ്പോൾ ആരായിരുന്നു അതിൻ്റെ റഫറി? ഉത്തരവില്ല. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. ആമയുടെയും മുയലിൻ്റെയും കഥ ആവേശപൂർവ്വം മനസാന്നിധ്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ മുയലിൻ്റെ മുമ്പിലെത്താം ആമയ്ക്ക്. ആ ഒരു സങ്കല്പം ജനങ്ങളിലേക്ക് കയറ്റാൻ വേണ്ടി പറഞ്ഞതാണ് ആമയുടെയും മുയലിൻ്റെയും കഥ. ഇത് തന്നെയാണ് ശിവൻ എന്ന് പറഞ്ഞാൽ, ശിവം എന്ന് പറയുന്ന അവസ്ഥ, സുഖം എന്ന് പറയുന്ന അവസ്ഥയുടെ ഒരു അതിദേവത മാത്രമാണ്. അതുകൊണ്ട് ശിവനും മറ്റേ ഭാര്യമാർ, ശിവനൊരു ഭാര്യയല്ല കേട്ടോ, ഒരു ഭാര്യ സൂയിസൈഡ് ചെയ്തു. പിന്നെ ഒരു ഭാര്യ ഒളിപ്പിച്ചു വെച്ചിട്ട് ഗംഗ തലമുടിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുക. അതിൻ്റെ വലിയ കഷ്ടമാണ്. ഈ നാറിപ്പൊളിക്കുന്ന ജടയുടെ അകത്തിരിക്കുന്ന കഷ്ടമാണല്ലോ ഇടയ്ക്കിടെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് കരയും. ആ കരച്ചിലാണ് മറ്റേത് ഗംഗയായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ പാർവതി ഒറിജിനൽ, പാർവതിയെ ഡൈവേഴ്സ് ചെയ്യാനുള്ള പ്രശ്നങ്ങളൊക്കെ അത് വേറെ ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെ ഇങ്ങനെ പെർസോണിഫൈ ചെയ്യുകയാണ്. കൈലാസം പിയോ, മിസ്റ്റർ ശിവൻ, കൈലാസം പിയോ, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. എന്താ ഉണ്ടാകുന്നത്? അത്തരം സങ്കല്പങ്ങളെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. സാക്ഷാൽ നരേന്ദ്രമോദിജി പറഞ്ഞൊരു കാര്യമാണ്. ഞങ്ങളുടെ നാട്ടിലാണ് ആദ്യത്തെ ശസ്ത്രക്രിയ നടന്നത്, ആദ്യത്തെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള സർജറി നടന്നത്. പ്ലാസ്റ്റിക് സർജറിയാണോ, അറാൾഡിറ്റ് സർജറിയാണോ, ഫെവിക്കോൾ സർജറിയാണോ എന്നറിയില്ല. തല പോയി, ചക്കൻ്റെ തല പോയി. പപ്പ കണ്ടതൊരു ആനയാണ്. മനുഷ്യന്മാരൊന്നും അവിടെ കണ്ടില്ലേ? ആന കണ്ടപ്പോൾ ആനയുടെ തല വെട്ടിയെടുത്ത് ഇവിടെ പ്ലാസ്റ്റിക് സർജറി നടത്തി. അത് ഞങ്ങളാണ് നടത്തിയത്. തമാശയ്ക്ക് പറയാവുന്ന കാര്യമാണ്. പക്ഷെ അത് കാര്യമായിട്ട് പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി. അയാൾ 5-8 വർഷങ്ങൾക്ക് മുൻപ് അത് എന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കുന്നു. ആദ്യമായിട്ട് വിമാനം കണ്ടെത്തിയത് ഞങ്ങളാണ്, ആറ്റം ബോംബ് കണ്ടെത്തിയത് ഞങ്ങളാണ്, സ്കഡ് മിസൈൽ കണ്ടെത്തിയത് ഞങ്ങളാണ്. ബ്രഹ്മായുധം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബ്രഹ്മായുധം എന്ന് പറഞ്ഞാൽ അണുബോംബാണ്. ആഗ്നേയാസ്ത്രം ഞാൻ സ്കഡ് മിസൈലാണ്. ആ ഒരുത്തണ്ടായതിനോട് ചത്തുപോയി ഒരു ഡോക്ടർ, ശാസ്ത്ര അജ്ഞൻ. അവൻ ചത്തുപോയി. ഇപ്പോൾ പകുതി പ്രാരംഭം അവസാനിച്ചു ഹിന്ദുമതത്തിൻ്റെ. അവനൊക്കെയായിരുന്നു ഹിന്ദുമതത്തെ വർണ്ണിക്കാൻ നിന്നിരുന്നവൻ. അപ്പോൾ ഏതായാലും ഇത്തരം മിത്തോളജികളെ ശാസ്ത്ര സത്യങ്ങളാക്കി മാറ്റുന്നത് എത്രമാത്രം ദാരുണമായിട്ടുള്ള അവസ്ഥയാണ്. പുതിയ തലമുറയ്ക്ക് വിശ്വാസങ്ങളൊക്കെ ആകട്ടെ, ഒരു മതത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഷംസീർ മതത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഷംസീർ മതത്തിൻ്റെ അതിദേവതകളെയും കുറ്റം പറഞ്ഞിട്ടില്ല. അന്ധവിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് കഴിഞ്ഞ മാസമാണ് സംഘപരിവാറിൻ്റെ ഗ്രൂപ്പുകാർ പറഞ്ഞത്. അതാരാണ് പറഞ്ഞത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അന്ന് ഞാൻ അതിനൊരു വീഡിയോ ഇട്ടിരുന്നു, നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അന്ധവിശ്വാസത്തിൻ്റെ കാര്യം ഷംസീർ പറയാൻ പാടില്ല. കാരണം എന്താ? ഷംസീർ മുസ്ലിമല്ലേ? മുസ്ലിമിനവിടെ എന്താ അവകാശമുള്ളത്? ഇവിടെ ഒരു മാസം മുമ്പാണ് ശ്രീ മോഹൻ ഭാഗവത് RSSൻ്റെ തലതൊട്ടപ്പം പറഞ്ഞത് ഇന്ത്യയിൽ ജനിച്ചവർ മുഴുവൻ ഹിന്ദുക്കളാണെന്ന്. നല്ല കൽപ്പനയാണത്. ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും, ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണെന്ന് പറഞ്ഞതാരാണ്? RSSൻ്റെ തലതൊട്ടപ്പൻ. അപ്പോൾ ഷംസീർ ആരാണ്? ഷംസീർ ഹിന്ദുവാണ്. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഹിന്ദുവാണ്. ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ഹിന്ദുവുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളുണ്ട്. അങ്ങനെയല്ലേ വരുന്നത്? അങ്ങനെയല്ലേ മോഹൻ ഭാഗവത് പറഞ്ഞത്? അപ്പോൾ ഇവിടുത്തെ ഹിന്ദുമതത്തെക്കുറിച്ചും ഹിന്ദുമതത്തിനകത്തുള്ള വിഡ്ഢിത്തങ്ങളെക്കുറിച്ചും വിവരക്കേടുകളെക്കുറിച്ച് പറയാനുള്ള അവകാശം ഹിന്ദുവായിട്ടുള്ള ഷംസീറിനും ഉണ്ടെന്നല്ലേ ഇവർ പറയേണ്ടത്? അങ്ങനെ പറഞ്ഞില്ലേ ഒരു മോഹൻ ഭാഗവതിനെ നിഷേധിക്കുന്നതിന് തുല്യമാവില്ലേ അതൊക്കെ? ഏതായാലും അമ്പല സംസ്കാരത്തെ അവഹേളിച്ചിട്ടില്ല ഷംസീർ. ഗണപതിയെ ആരാധിക്കരുതെന്ന് ഷംസീർ പറഞ്ഞിട്ടില്ല. അപ്പം എല്ലാം കയറ്റി കൊണ്ടുവരികയാണ്. അതിനൊരു രസകരമായിട്ടൊരു കാര്യം പറയാം. എന്നോട് ഇന്നലെ
ഒന്ന് രണ്ട് ആൾക്കാർ ഇന്നലെ മിനിഞ്ഞായിട്ട് വിളിച്ചു പറഞ്ഞു, എന്താണ് ഷംസീറിൻ്റെ കാര്യം പറയാത്തത് സ്വാമിജി? അപ്പം എന്നോട് ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഷംസീറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ സമയത്ത് ഷംസീറിനെതിരെ RSSകാർ ഷംസീറിനെ ഇടിക്കും തല്ലും തലവെട്ടും കൈ വെട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എന്താണ് സ്വാമി പ്രതികരിക്കാഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവർ ഇതിനു മുമ്പ് അമ്പലത്തിനകത്ത് അല്ലെങ്കിൽ ഇത് പറഞ്ഞ സമയത്ത് ഇത് എൻ്റെ വിഷയമല്ല എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് എൻ്റെ വിഷയമല്ലാത്തത്? നിങ്ങൾ RSSകാർ, നിങ്ങൾ സംഘപരിവാറുകാർ, നിങ്ങൾ ആരവണി വെട്ടിക്കൂട്ടിക്കോ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ വെട്ടിക്കൂട്ടിക്കോ, നിങ്ങൾ ഷംസീറിനെ വെട്ടിക്കൂട്ടിക്കോ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ വെട്ടിക്കൂട്ടിക്കോ, ദളിതന്മാരെ നിങ്ങൾ വെട്ടിക്കൂട്ടിക്കോ. മണിപ്പൂരിലേക്ക് അതല്ലേ നടക്കുന്നത്? നിങ്ങളെന്ത് വേണി ചെയ്തോ? ഇതൊന്നും എനിക്കൊരു പങ്കാളിത്തമുള്ള, ഞാൻ വീടിനകത്തിരിക്കുകയാണ്. എനിക്കൊരു കാര്യത്തിലെ സങ്കടമുള്ളൂ, ഹിന്ദു മതത്തിൻ്റെ പേരിലാകരുത്, അത്രയേ പറഞ്ഞുള്ളൂ. ഹിന്ദു മതത്തിൻ്റെ പേരിലാകരുത്, ഇത്രയേ പറഞ്ഞുള്ളൂ. അയാൾ വേറൊരാൾക്കാർ ചോദിച്ചു, എന്നെ കുത്തിപ്പൊന്തിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. മുസ്ലിം ലീഗിൻ്റെ കുറേ ചെറുപ്പക്കാർ യൂത്ത് ലീഗ് വന്ന് പറഞ്ഞില്ലേ, അമ്പലനടയിൽ കെട്ടിത്തൂക്കും, പച്ചയ്ക്ക് കത്തിക്കെന്ന് പറഞ്ഞ് എന്താ സ്വാമി പ്രതികരിക്കാത്തത്? അപ്പോഴും ഞാൻ പറഞ്ഞതാ, അപ്പോഴും അതെൻ്റെ വിഷയകാരത. അമ്പലനടയിൽ കൊണ്ടുപോയിട്ടല്ലേ കെട്ടിത്തൂക്കുക എന്ന് പറഞ്ഞത്, അമ്പലനടയിൽ കൊണ്ടുപോയിട്ടല്ലേ പച്ചയ്ക്ക് കത്തിക്കെന്ന് പറഞ്ഞത്. എനിക്ക് അമ്പലമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോഴത്തെ അമ്പലമായിട്ട് എനിക്ക് ബന്ധമില്ല. അമ്പല സംസ്കാരത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, അമ്പലത്തിൻ്റെ ഇന്നത്തെ അവസ്ഥകളെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ അമ്പലത്തിൻ്റെ, ഞാൻ ജനിച്ച് വീണ മുതൽക്ക് എനിക്ക് ഏകദേശ ബുദ്ധി, ഇപ്പോഴുള്ള ബുദ്ധി അല്പബുദ്ധിയേ ഉള്ളൂ, ആ ബുദ്ധി വെച്ച് ചിന്തിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽക്കേ എനിക്ക് മനസ്സിലായി അമ്പലങ്ങൾ കൊള്ളയടി കേന്ദ്രങ്ങളാണ് എന്ന്. അമ്പലങ്ങളിരിക്കുന്നത് മുഴുവൻ വീരപ്പന്മാരും മറ്റുള്ള കൊള്ളയടിക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. അത് വെറും വൃത്തികെട്ടൊരു വ്യാപാര കേന്ദ്രമാണെന്ന് മനസ്സിലായി. അതൊരു ആധ്യാത്മിക മാലിന്യ കേന്ദ്രമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എൻ്റെ പുണ്യപാദങ്ങൾ ഒരമ്പലത്തിലെ ഗുദാമിലും കൊണ്ട് കുത്തിയിട്ടില്ലേ ഇന്നേ വരെ. ഓർമ്മ വെച്ചാൽ 14 വയസ്സുള്ള സമയത്ത് തൃക്കൂര് മഹാദേവ ക്ഷേത്രത്തിൽ കയറി അവിടെ നിന്ന് എനിക്ക് അടികൊള്ളാതെ പുറത്തു വരാൻ കഴിഞ്ഞ ഭാഗ്യം പട്ടി കിടക്കുന്ന കല്ലിൻ്റെ മേലേക്ക് ചന്ദനം വലിച്ചെറിഞ്ഞ് തന്നത്. കാരണം ഞാനൊരു നായരല്ലേ, ശൂദ്രനല്ലേ, അകന്നു നിൽക്കേണ്ടവനല്ലേ. എൻ്റെ ഒപ്പമുള്ള അയാളൊരു വാരികുട്ടിയായിരുന്നു. അയാൾക്ക് കയ്യിൽ വെച്ച് കൊടുക്കുന്നു, ഇലയിൽ പൊതിഞ്ഞ് പൂക്കളും മേലായിട്ട് കയ്യിൽ വെച്ച് കൊടുക്കുന്നു. ഞങ്ങൾ പിന്നെ കുറേ നായന്മാർ ഇവരൊക്കെ ഉണ്ടായിരുന്നു, തട്ടാനൊക്കെ ഉണ്ടായിരുന്നു. പട്ടി കിടക്കുന്ന കല്ലും എറിഞ്ഞു തരുന്നു. അന്ന് പിൻവാങ്ങിയതാണ്. പിന്നെ ഈ പുണ്യപാദങ്ങൾ ഈ ഗുദാമിൽ പതിഞ്ഞിട്ടില്ല. ആയതുകൊണ്ട് തന്നെ അമ്പലം നടക്കി വെച്ചിട്ട് കെട്ടിത്തൂക്കുന്നല്ലേ പറഞ്ഞത്. അമ്പലം നടക്കി വെച്ച് വെട്ടിക്കൂട്ടും, അമ്പലനടയിൽ വെച്ച് പച്ചക്ക് കത്തിക്കുന്നല്ലേ പറഞ്ഞത്. എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം ഞാൻ അമ്പലങ്ങൾ കോട്ടയം വഴിക്ക് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത്, തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തും പോകുന്ന സമയത്ത് എനിക്കറിയാം എവിടേക്ക് ക്ഷേത്രങ്ങളുണ്ടെന്ന്. ഏറ്റുമാനൂർ ക്ഷേത്രം വരുമ്പോൾ ഞാൻ തലങ്കിഴുതിരിക്കും. അങ്ങോട്ട് തിരിഞ്ഞ് തന്നെ ഞാൻ നോക്കാറില്ല. അത്രയും വെറുപ്പാണ്, അറപ്പാണ് ക്ഷേത്ര സംവിധാനങ്ങളുണ്ട്. കാരണം എന്താണ്? അതിനകത്തിരുന്ന് സ്വസമുദായത്തിലുള്ള ആൾക്കാരെ അന്ധവിശ്വാസത്തിൻ്റെ കാര്യവും പറഞ്ഞ് പൈസ പറ്റിച്ച് കാല് വെട്ടി ചോര കുടിക്കുന്ന കുറേ പിശാചികൾ, പിശം തിന്നുന്ന, ചോര കുടിക്കുന്ന, മാംസം തിന്നുന്ന, ചീഞ്ഞളിഞ്ഞ മാംസം തിന്നുന്ന കുറേ പിശാചികൾ കുടിയേറി പാർത്തിരിക്കുകയാണ്. അതിപ്പോൾ അമ്പലങ്ങളല്ല, ആധ്യാത്മിക മാലിന്യ കേന്ദ്രങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകാത്തതുകൊണ്ട് അവിടെ പോയിട്ട് വെട്ടിക്കൂട്ടിക്കോട്ടെ, എനിക്കെന്ത് പോയി? അവിടെ പോയിട്ട് പച്ചക്ക് കത്തിച്ചോട്ടെ, എനിക്കെന്ത് പോയി? എനിക്കൊരു പ്രശ്നവുമില്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഒന്നും എഴുതാത്തത് ഞാൻ പ്രത്യേകം പറയേണ്ടായി. പിന്നെ അങ്ങനെ ഈ പച്ചയ്ക്ക് കത്തിയാൻ കൊണ്ടുപോകുന്ന സമയത്ത് മണിപ്പൂരിൽ പെൺകുട്ടികളെ കെട്ടിയിട്ട് നഗ്നകളാക്കി കെട്ടിയിട്ടിട്ട് അവരുടെ മുലകളുമേയും അവരുടെ യോനി തടത്തിലേക്ക് മാന്തിയും ചൊറിഞ്ഞും കൊണ്ടുപോകത്തക്ക വിധത്തിൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. DYFIക്കാരെയും ഇവിടുത്തെ ഷംസീറിൻ്റെ ആൾക്കാരിങ്ങനെ കെട്ടി, ഷംസീറിനെ കൈയും കാലും കെട്ടി ചൂറുകൊണ്ട് അടിച്ച് അമ്പലനടയിൽ കെട്ടിത്തൂക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ DYFIക്കാരിങ്ങനെ നോക്കി നിൽക്കും. ഒന്നും ചെയ്യാൻ കഴിയാതെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഏതായാലും P. ജയരാജൻ സാറ് പറഞ്ഞു, വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ പിടിക്കാൻ പോകുക മാത്രമല്ല, വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ യുവമോർച്ച ഞങ്ങൾ ശവമോർച്ചയാക്കുമെന്ന് പറഞ്ഞാൽ അവരത് ചെയ്തിട്ടുമുണ്ട്. പിന്നെ എല്ലാം അടക്കി ഒതുക്കി വെച്ചിരിക്കുകയാണെന്നർത്ഥം പത്തി. കാരണം ഭരണമുള്ളപ്പോൾ പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യണമല്ലോ. ആയതുകൊണ്ട് തന്നെ മോർച്ചറിയിലാണ് സാധനം, അതായത് ശവമോർച്ചയാക്കി മാറ്റും. മോർച്ചറിയിൽ കൊണ്ടിടുന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഇടവരുത്താതിരിക്കുക. കാരണം ഇവിടെ ഒരു RSകാരൻ ചത്താലും
ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചത്താലും അടിപിടി ഉണ്ടാകുന്നുണ്ടല്ലോ. അടിപിടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേരളത്തെ മുഴുവൻ ബാധിക്കുമല്ലോ, കേരളത്തിൻ്റെ അന്തസ്സിനെ ബാധിക്കുമല്ലോ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇടപെടാതിരിക്കുക എന്നുള്ളത്. വീണ്ടും ഞാൻ ഒന്നുകൂടിയും ഉറക്കെ പറഞ്ഞോട്ടെ, ഒന്നുകൂടി മുറുക്കി പറഞ്ഞോട്ടെ, ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞോട്ടെ. നിങ്ങൾ ഷംസീറിനെ വെട്ടിക്കോ, ഷംസീറിനെ കൊന്നോ, നിങ്ങൾ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നോ, എനിക്ക് അതൊരു പ്രശ്നവുമില്ല. പക്ഷേ അത് ഹിന്ദു മതത്തിൻ്റെ പേരിലാകരുത്, അത് ഹിന്ദുമതത്തിൻ്റെ പേരിലാകരുത്. കാരണം നിങ്ങൾ ഹിന്ദുമതമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ഹിന്ദുത്വ മതക്കാരാണ്. വി ഡി സവർക്കറാണ് നിങ്ങളുടെ ശങ്കരാചാര്യർ. ഞങ്ങളുടെ ശങ്കരാചാര്യർ ആദിശങ്കരാചാര്യരാണ്. അതിനകത്ത് ജാതി ഭേദങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഷംസീർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷംസീർ വലിയൊരു മനുഷ്യൻ മാത്രമാണ്, നല്ലവനായിട്ടുള്ളൊരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങളെ ഇസ്ലാം മുസ്ലിം എന്നോ ഹിന്ദു എന്ന് വിളിച്ചാലും ഞങ്ങൾ ആൾക്കാരെ കാണുന്നത് ധർമ്മിയാണോ കുധർമ്മിയാണോ എന്നാണ് കാണുന്നത്. അദ്ദേഹം ധർമ്മിയായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ധർമ്മത്തിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അന്ധവിശ്വാസ ജഡിലമായിട്ടുള്ള ഹിന്ദു മതത്തിന് നേരെ വിരൽ ചൂണ്ടിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം നടത്തുകയാണ് ഞാൻ. നമസ്കാരം.